ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാസ്ഡാക്കിലെ ട്രെൻഡ് മനസ്സിലാക്കി അവിടെ കൺഫർമേഷനും കൂടെ നോക്കി എങ്ങനെ നല്ല ട്രേഡുകൾ എടുക്കാമെന്നുള്ളതിനെ പറ്റിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു വീക്കിലെ മൊത്തത്തിലുള്ള ട്രേഡുകളൊന്നും നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ നോക്കുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു 6 മാസത്തോളം ഇരുന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചൊരു സ്ട്രാറ്റജിയാണ് ഇതിൽ എത്രത്തോളം ട്രേഡുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എത്രത്തോളം ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഈ ബാക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഐഡിയ കിട്ടിക്കോളൂ കേട്ടോ. അതിൽ തന്നെ എങ്ങനെ എൻട്രി എടുക്കണം, എവിടെ നിന്ന് എൻട്രി എടുക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കണം, ടാർഗറ്റ് സെറ്റ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. പിന്നെ ഈ നാസ്ഡാക്കിലെ ഫുൾ സ്ട്രാറ്റജീൻ്റെ വീഡിയോ എന്താണ്, ഞാൻ നാസ്ഡാക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതുകൂടെ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടുപോകുമ്പോൾ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടി വീഡിയോന് താഴെ തന്നെ ചെയ്യുക കേട്ടോ. എന്നാലേ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് എത്തുകയുള്ളൂ. ഓക്കെ അല്ലേ, നമുക്കിനി മെല്ലെ കാര്യത്തിലേക്ക് വരാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചാർട്ടിലെ ബാക്കി ലെവൽസ് കാര്യങ്ങളെല്ലാം തന്നെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് മുന്നേ ഉള്ള 5 മിനിറ്റിലെ ട്രെൻഡാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ല, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള 7 PM ഫസ്റ്റത്തെ ക്യാൻഡിൽ മാത്രമേ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിന് മുന്നത്തെ ട്രെൻഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ബയ്യേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ സ്ട്രോങ് ആയിട്ടുള്ളതെന്നല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് ഇവിടുന്ന് സെല്ലിലേക്ക് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഇതിന് ശേഷം ഇവിടുന്ന് ബയ്യേഴ്സ് ആയിരുന്നു സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ സെല്ലിലെ ബൈയിലേക്ക് ഉണ്ടെന്ന ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തു. തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റിയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ പ്രൈസ് സെല്ലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ചാർട്ട് കാണുമ്പോൾ എന്താണ്, സെല്ലേഴ്സ് ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ. നമുക്കിപ്പോൾ ഫസ്റ്റ് ട്രെൻഡിൽ ഒരു ലിക്വിഡിറ്റി ഇവിടെ കിട്ടി, ഇതിന് ശേഷം നമ്മളെന്താണ് സെല്ലിലേക്കുള്ള ട്രേഡുകൾക്കായിരിക്കും ഇവിടെ നോക്കുന്നത് കേട്ടോ. ഞാൻ വീണ്ടും ചാർട്ടിൽ നിന്ന് റീപ്ലേയിലേക്ക് തന്നെ ഇടുന്നുണ്ട്. പുതിയ ലിക്വിഡിറ്റി ഏരിയ കിട്ടുവാണെങ്കിൽ നമുക്ക് അതും മാർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റുന്ന എന്താണ്, ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരുമായിരുന്നെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ അല്ലേ. അതിനുശേഷം നോക്കുവാണെങ്കിൽ പ്രൈസ് വീണ്ടും വന്നത് എന്താണ്, മേജർ ലോയിനെയും ബ്രേക്ക് ചെയ്തു. സെല്ലിലേക്ക് പുതിയൊരു മേജർ ഇൻഡ്യൂസ്മെൻറ്റും കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ തൊട്ട് മുകളിലോട്ട് വേറെ ലെവൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം അതിലേക്കൊക്കെ വരുമ്പോഴും എൻട്രി എടുക്കാം കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നൊക്കെ തന്നെ 1 മിനിറ്റിലെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഇനി ആ എൻട്രി കൺഫർമേഷൻ്റെ കാര്യം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇനി എൻട്രി കൺഫർമേഷൻ്റെ കാര്യം ഞാനിവിടെ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് നോക്കുകയാണെങ്കിൽ 2 എൻട്രി കൺഫർമേഷനാണ് വരുന്നത്. അതിൽ ഒന്നാമത്തതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, രണ്ടാമത്തതാണ് BOS. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ എൻട്രി കൺഫർമേഷൻ്റെ കാര്യമൊക്കെ ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി ഞാൻ BOSൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 5 മിനിറ്റിലെ ട്രെൻഡിൽ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു വന്നിരിക്കട്ടെ. ഇതിന് ശേഷം ബയ്യേഴ്സ് ഇവിടുന്ന് വരുവാണെങ്കിൽ എന്തായാലും പ്രൈസ് മുകളിലോട്ട് പോകും നമുക്കറിയാം. ഓക്കെ അല്ലേ. ഇവിടുന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തില്ലെങ്കിലും പ്രൈസ് ഇവിടുന്ന് മുകളിലോട്ട് പോകും നമുക്കറിയാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടുന്ന് ബൈയിലേക്ക് ഇതുപോലെ വരുന്ന ക്യാൻഡിൽസിൻ്റെ ലോയിൽ ഏതെങ്കിലും ഹയസ്റ്റ് ക്യാൻഡിൽ ലോയിലേക്ക് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം എന്താണ്, ഇതേപോലെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഹൈ തന്നെ എന്താണ് ഹയസ്റ്റ് ക്യാൻഡിൽ ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഹൈനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇത് തന്നെ നമുക്ക് BOS ആയിട്ട് എടുക്കാം. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഫസ്റ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇവിടുന്ന് സ്ട്രോങ് ആയിട്ട് ബയ്യിങ് വന്നു. ഏതെങ്കിലും ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ ലോയിൽ ലിക്വിഡിറ്റിയൊക്കെ മാർക്കറ്റ് എടുത്തതിന് ശേഷം എന്താണ് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഹൈ തന്നെ നമുക്കൊരു BOS ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഈ ഒരു ഹൈ തന്നെ നമുക്ക് എന്താണ് ഒരു BOS ആയിട്ടും എടുക്കാം. ഇനി BOS ബ്രേക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തായിട്ട് ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് തന്നെ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് എന്താണ് ബൈയിലേക്ക് വന്ന ക്യാൻഡിൽസിൽ ലോയിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ വന്നു. പിന്നീടുള്ള ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിൽ മിറ്റിഗേറ്റ് ചെയ്തില്ല. ഇതിനുള്ളിൽ എന്താണ് FEG ഉണ്ടെന്നാണെങ്കിൽ ഇതിന് തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. ഇനി ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എൻട്രി എടുക്കാനും പറ്റും കേട്ടോ. ഇതാണ് നമ്മൾ BOS എൻട്രി കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റോപ്പ് ലോസ് എവിടെ കൊടുക്കണം എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ലോയിൽ തന്നെ ടൈറ്റായിട്ട് എപ്പോഴും സ്റ്റോപ്പ് ലോസ് കൊടുക്കാതെ ഓർഡർ ബ്ലോക്കിന് തൊട്ട് താഴെയുള്ള ക്യാൻഡിൽ ഉണ്ടല്ലോ, നിങ്ങൾ കൂടുതൽ റിസ്ക് റേഷ്യോ ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഈ രീതിയിൽ എൻട്രി നോക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ഓർഡർ ബ്ലോക്കിന് താഴെ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് കൊടുക്കാതെ ഓർഡർ ബ്ലോക്കിന് തൊട്ട് താഴത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് വരുന്നത്. ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് കൊടുത്താലും കുഴപ്പമില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ മേജർ ലോയിന് താഴെ സ്റ്റോപ്പ് ലോസ് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ചാർട്ട് എടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ അത് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ നാസ്ഡാക്കിൻ്റെ ചാർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ.
മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലാണ്. ഇവിടെ ട്രെൻഡിൽ സെല്ലേഴ്സ് ആണ് സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ലിക്വിഡിറ്റി എടുത്തപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഇനി കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കുന്നത് കേട്ടോ. ഇനി ലിക്വിഡിറ്റി എടുക്കുമ്പോൾ നമ്മൾ നേരെ 1 മിനിറ്റിലേക്കാണ് പോകേണ്ടത്. 1 മിനിറ്റിലാണ് കൺഫർമേഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ലിക്വിഡിറ്റിയിലേക്ക് വന്ന് ടച്ച് ചെയ്തു. ഇവിടെ നോക്കുകയാണെങ്കിൽ വേറെ സെല്ലിംഗ് ക്യാൻഡിലോ കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഇവിടെ ബയേഴ്സ് ആയിരുന്നു സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ എന്താണ് ഇവിടുന്ന് സെല്ലിലേക്ക് വന്ന 1-2 ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഹൈയിൽ ലിക്വിഡിറ്റിയൊക്കെ എടുത്തതിന് ശേഷം ഈ ലോയിനെ ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു ലോ BOS ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ ഹൈയിൽ ലിക്വിഡിറ്റിയൊക്കെ മാർക്കറ്റ് എടുത്തതിന് ശേഷം ഈ ലോയിനെ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്കിത് BOS ആയിട്ട് തന്നെ ഈ ലോ എടുക്കാം. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇനി ഇതിന് തൊട്ടടുത്തായിട്ട് മിറ്റിഗേറ്റ് ചെയ്യാത്ത ഓർഡർ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ ആവുന്നില്ല. ഇവിടുത്തെ ഫസ്റ്റത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് വരുന്നത് അല്ലേ. സെക്കൻഡ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ക്യാൻഡിൽ ഇതാണ്, സെക്കൻഡ് ക്യാൻഡിൽ ഇതാണ്, തേർഡ് ക്യാൻഡിൽ ഇതാണ്. ഈ ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യാതെ ഇവിടെ ചെറിയൊരു FEG ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഫസ്റ്റത്തെ ക്യാൻഡിൽ തന്നെ നമ്മളെന്താണ് ഓർഡർ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഇതുപോലെ എടുക്കുന്നത്. ഓക്കെ ആവുന്നില്ല. ചാർട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ലോ ഇതാണ് വരുന്നത്, അതേപോലെ തന്നെ തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈ ഇതാണ് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് രണ്ടും മിറ്റിഗേറ്റ് ആവാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ഹൈയിലെ ഫസ്റ്റത്തെ ക്യാൻഡിൽ തന്നെ ഇവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ. ഇനി ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ BOS എൻട്രി കൺഫർമേഷൻ ആയിട്ട് വരുന്നത്. ഇനി സ്റ്റോപ്പ് ലോസ് ഒരിക്കലും എപ്പോഴും എന്താണ് ഇതുപോലെ ടൈറ്റ് ആയിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിന് മുകളിൽ തന്നെ കൊടുക്കരുത്. ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ക്യാൻഡിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മേജർ ഹൈൻ്റെ മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് മേജർ ലോ വരെയോ അല്ലെങ്കിൽ അടുത്തൊരു 1:3 RR വരെ കിട്ടുന്നവരെ നമുക്ക് നോക്കാനായിട്ടും പറ്റും കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ എൻട്രീസ് ഇപ്പോൾ BOSൻ്റെ കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ എടുക്കുന്നത്. പീരിയോ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഏകദേശം 1:3 RR വന്നിട്ടുണ്ടല്ലേ. ഓക്കെ അല്ലേ. ഇതിന് ശേഷം എന്താണ് നമുക്ക് എങ്ങനെ എടുക്കാമെന്നുള്ളത്, ഇതിന് ശേഷം ഒരു എൻട്രി ഉണ്ടായിരുന്നു, അതെങ്ങനെ എടുക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഫസ്റ്റത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ടച്ച് ചെയ്ത് നമുക്ക് വേണ്ട ഒരു കൺഫർമേഷൻ അവിടെ കിട്ടി. ട്രേഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1:3 RR അവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും വന്ന് അതേ ഹൈനെ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ അല്ലേ ഫസ്റ്റത്തെ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തു. അതേപോലെ തന്നെ ഇവിടെ നിന്നൊരു ചെറിയൊരു റിവേഴ്സലും കാണിക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു കൺഫർമേഷനായിട്ട് നോക്കുകയാണെങ്കിൽ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ഹൈ ഇതെന്താണ് ഇതിന് ലിക്വിഡിറ്റി തന്നെയാണ്. ഓക്കെ 2 ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം എന്താണ് ഫസ്റ്റ് ഈ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തു, അതേപോലെ തന്നെ ന്യൂയോർക്ക് സെഷൻ്റെ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വീണ്ടും ഒരു ചെറിയൊരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ട്രേഡും നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള എൻട്രിയാണ്, എല്ലായിടത്തും കിട്ടിയെന്ന് വരില്ല. അത്രത്തോളം നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള കൺഫർമേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഈ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തു, അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിവേഴ്സിൽ കാണിച്ചു. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി എടുത്തു. അതൊക്കെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ട്രേഡ് ഇവിടെ നിന്ന് നോക്കുന്നതിനും കുഴപ്പമില്ല. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ അതേ കൺഫർമേഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ നോക്കി സെല്ലിലേക്ക് വന്നപ്പോൾ എന്താണ് ഇവിടുന്ന് ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തു, ലോയിനെ ബ്രേക്ക് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു ഇംബാലൻസോ ഒരു ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തു, അതിനുശേഷം ലോയിനെയും ബ്രേക്ക് ചെയ്തു. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇംബാലൻസ് കാണാനായിട്ട് പറ്റും. ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. തൊട്ട് താഴെ തന്നെ നോക്കുകയാണെങ്കിൽ FEG കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ലോയും തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും നോക്കുകയാണെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. ഇനി ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് എടുക്കുന്നതിന് കുഴപ്പമില്ല. സ്റ്റോപ്പ് ലോസ് എന്നത് ഏതാണ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിൽ എപ്പോഴും ടൈറ്റായിട്ട് കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എപ്പോഴും SL തോണ്ടിയിട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത്. കുറച്ചും കൂടെ സേഫായിട്ട് എന്താണ് ഇതിന് തൊട്ട് മുകളിലുള്ള ക്യാൻഡിലിന് മുകളിൽ കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ മേജർ ഹൈൻ്റെ മുകളിൽ കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ. ഇനി ഇതിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഒരു 1:3 RR ടാർഗറ്റ് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത 5 മിനിറ്റിലെ ലിക്വിഡിറ്റി വരെ അല്ലെങ്കിൽ മേജർ ലോ വരെയും നമുക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇവിടെ എന്താണ് നമ്മൾ ടൈറ്റായിട്ട് ഈ ഓർഡർ ബ്ലോക്കിന് മുകളിലാണ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്നിട്ട് ഇതുപോലെ തോണ്ടിയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് 1 മിനിറ്റിൽ ലിക്വിഡിറ്റി എടുത്തു, തൊട്ടടുത്ത് തന്നെ എന്താണ് ഇവിടെ നിന്നൊരു ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ. അതിനുശേഷമാണ് വീണ്ടും പ്രൈസ് താഴോട്ട് പോകുന്നത് കാണുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കുന്നത്. കാര്യങ്ങളൊക്കെ അല്ലേ. ഇവിടുത്തെ ഫസ്റ്റത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തു. ഇതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യാത്തൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതിലും മിറ്റിഗേറ്റ് ചെയ്തു. ഇനി നമ്മുടെ ടാർഗറ്റ് എവിടെ കൊടുക്കുമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എന്താണ് ട്രെൻഡ് അനുസരിച്ച് നോക്കുന്നതുകൊണ്ട് മേജർ ലോ വരെ കൊടുക്കാം, ഇതേപോലെ തന്നെ മേജർ ലോ വരെ കൊടുക്കാം,
ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് നെക്സ്റ്റ് 5 മിനിറ്റിലേക്ക് വന്ന ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ ഇതുവരെ നമുക്ക് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും സേഫായിട്ട് നോക്കുകയാണെങ്കിൽ 1:3 RR അതുവരെയും നമുക്ക് നോക്കാം. ഈ ഒരു ട്രേഡിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും വന്നപ്പോൾ തന്നെ 1:3 RR വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലിക്വിഡിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ RR അല്ലെന്നുണ്ടെങ്കിൽ മേജർ ലോ വരെ സേഫായിട്ട് നോക്കുകയാണെങ്കിൽ 1:3 RR ആയിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എൻട്രി കൺഫർമേഷൻ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് മെയിനായിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുമ്പോൾ എന്താണ് ഞാനൊരു വീക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാ ട്രേഡ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അതും കൂടെ കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടിക്കോളും. എവിടെ നിന്ന് എൻട്രി എടുക്കണം, എങ്ങനെ എടുക്കണം, എങ്ങനെ ട്രെൻഡ് നോക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുനിന്നൊരു ഐഡിയ കിട്ടിക്കോളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോന് താഴെ എന്തെങ്കിലും കമൻറ്റ് കൂടെ ചെയ്യുക കേട്ടോ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ.